ശ്രീ ഗോവിന്ദനാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ ഗോവിന്ദൻ, ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഒരു പാട്ട് പാടിയപ്പോൾ അവിടെ ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടിയാൽ അതെന്തോ മഹാ അപരാധമാണെന്ന് പറയുന്നവരോട് മുഖത്ത് നോക്കി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് പറയേണ്ട ഒരു ആർജവം മലയാളിക്ക് വേണ്ടേ? അല്ല, അങ്ങനെ പറയുന്നവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുക വേണ്ട. കാരണം വെച്ചാൽ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞാല് അവരിന്ന് ഈ ഭാരതത്തിലല്ല ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധ ആർജിച്ച മതസൗഹാർദ്ദത്തിന്റെ ആൾക്കാരാണ് അവര്. ഞാൻ ചോദിച്ചോട്ടെ കിരൺ, ഇപ്പം ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. അതിന് പറയും ദർശനം നൽകണേ മഹാദേവ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ എന്ന് പാടിയ വല്ല കുഴപ്പമുണ്ടോ? ഇത്രയും പറഞ്ഞേ. ഒരു കുഴപ്പമില്ല. ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു എത്രയോ ഗാനങ്ങളെ നമ്മൾ അങ്ങനെ എന്തിന് ഈ ഗാനങ്ങളൊക്കെ ഭക്തി ഗാനങ്ങളൊക്കെ പാരഡിയാക്കി ഇവരെ നാട്ടിൽ പാടിയിരിക്കുന്നു. എന്തെല്ലാം തരത്തിലെ പാരഡികൾ. അന്നൊന്നും ആർക്കും ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പാട്ട് പാടുമ്പോൾ അതിനകത്ത് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിം ഉണ്ട്, അല്ലെങ്കിൽ അത് ദൈവത്തെ അവഹേളിക്കൊന്നും ആർക്കും തോന്നിയിട്ടില്ല. കിരൺ, ഞാൻ പാരഡി അല്ല പാടിയത്. ദൈവത്തിന്റെ രണ്ട് ദൈവങ്ങളാണ്, മഹാദേവനും യേശുദേവനും, അല്ലേ? അതെ, ഞാൻ പറഞ്ഞത് പാരഡി പോലും ആക്കിയിട്ടുണ്ട്. എത്രയോ പ്രശസ്തമായ ഹിന്ദു ഭക്തിഗാനങ്ങൾ, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ, മുസ്ലിം ഭക്തിഗാനങ്ങൾ പാരഡി ഉണ്ട്. ഒരു കാലത്ത് പാരഡി വല്ല ഹിറ്റ് ആയിരുന്നല്ലോ. അന്നൊന്നും ആർക്കും ഇതിനൊന്നും ആരും കളിയാക്കിയതായി തോന്നിയിട്ടില്ല. കിരൺ, പാരഡി അല്ല ഞാൻ പറഞ്ഞു. താങ്കൾ പാടിയ പാരഡി അല്ലെന്ന് മനസ്സിലായി. ഞാൻ പാരഡി അല്ല പാടുന്നത്. ഞാൻ പാടിയത് ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. അവിടെ ദർശനം നൽകണേ മഹാദേവ പരമേശ്വരൻ, സാക്ഷാത് പരമേശ്വരൻ ദൈവം ഒന്നാണെന്ന് നമ്മുടെ സാക്ഷാത് ദാസേട്ടൻ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? എല്ലാ ദൈവങ്ങളും ഒന്നാണ്, ഇല്ലേ? അതെ, ഞാൻ അതാ പറഞ്ഞേ. അതിനെ ആരാധിക്കുന്നു, അതേ ഉള്ളൂ. അതെ, ദൈവം എല്ലാം ഒന്ന്. ഞാന് മുസ്ലിം പള്ളി പോവും, ക്രിസ്ത്യൻ പള്ളി പോവും, അമ്പലങ്ങളിൽ പോവും. ഞാനൊരു പട്ടാളക്കാരനാണ്. ഐ എം സോൾജർ. എല്ലാ നമ്മുടെ സമഭാവനയോട് കണ്ടില്ലെങ്കിൽ എന്താ കിരണേ? നിങ്ങളെപ്പോലുള്ള വ്യക്തമാണ്. ശ്രീ ഗോവിന്ദൻ, ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ, നവോത്ഥാന കേരളത്തിലാണ് നിന്നുകൊണ്ട് ചിലർ ഈ ആധുനിക കാലത്ത് പറയുന്നു ഇവിടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ പാടരുത്, അതെന്തോ ചിക്കൻ മസാല പായസത്തിലിട്ട പോലെ ആവും എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നവരെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്ക് കഴിയണ്ടേ? അത് പിന്നെ ശരിയല്ലേ കിരൺ സാറേ. എന്താ പറഞ്ഞാല് യേശുദാസ് എത്രയോ മാപ്പിളപ്പാട്ട് പാടി, അതായത് റസൂലെ നിൻ കനിവാലെ, പോപ്പുലർ സോങ്, അള്ളാവിൻ എത്രയോ പാട്ട്. പിന്നെ ഹരിവരാസനം യേശുദാസ് പാടിയിട്ട പിന്നെ നടിയടക്കുമ്പോ യേശുദാസ് പാടിയിട്ടാ നടിയടക്കുന്നത്. അപ്പോ ഇത് ഈ മതഭ്രാന്ത് തലയിൽ കയറിക്ക എന്തെന്നായി. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നേ ജാതി മതത്തിന്റെ രക്തം കാച്ചുന്ന എത്രയോ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആരെല്ലാം ഉണ്ടാക്കുന്ന എന്തെന്നായി ഇതെല്ലാം. അതായത് വൺ റീജിയൻ വൺ കാസ്റ്റ് വൺ ബോർഡ് ഫോർമൽ. എല്ലാ നദികളും കടലിൽ പോകുന്നു, എല്ലാ തോടുകളും നദിയിൽ വരുന്നു, എല്ലാവരുടെ രക്തത്തിന്റെ നിറമൊന്ന്. ഇങ്ങനെ കളിച്ചാൽ ഏടിയാ ശരിയാക്കി അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഈ ഭ്രാന്ത് തലയിൽ കയറുമ്പം വിദ്യാഭ്യാസമുള്ള കൂട്ടരും അല്ലെങ്കിലും മീഡിയയിലോ അങ്ങനെയുള്ള ചാനലിലോ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക. ഇതെന്താണെന്ന് ഒരു പാർട്ടിന്റെ ഇങ്ങനെ കളിക്കുക. ഹിന്ദു രാജ്യം മതി, എല്ലാം എത്രയോ കോടാനുകൂടി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അന്യോന്യം കല്യാണം കഴിച്ച് മക്കളെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നദികളും കടലിലെ പോകുന്നു സാറേ. എന്തെന്നായി സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വിഷമിറ്റിക്കുന്ന ഇത്തരം ആളുകളെ നോക്കി ഇതിവിടെ പറ്റില്ല, നിങ്ങളുടെ അഭിപ്രായം ഈ നാടിന് യോജിച്ചല്ല എന്ന് ഒരുമിച്ച് നിന്ന് പറയേണ്ട ഒരു കാലമല്ലേ ഇത്? അതെ, നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ അന്ന് പിന്നെ അമ്പല കമ്മിറ്റി തന്നെ പറഞ്ഞു, ക്ഷേത്ര കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് എന്തെന്നാ നമ്മൾ പറയേണ്ടത്? അതാണ് ഏറ്റവും വലിയ അവർ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് ഹിന്ദു സംഘടനകൾ ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തണം. അവരെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം.
ശരി, ശ്രീമതി ജയശ്രീയാണ് ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ജയശ്രീ, നമ്മുടെ ഒരു കലാപാരമ്പര്യം, ഇന്ത്യയുടെ കലാപാരമ്പര്യവും കേരളത്തിന്റെ കലാപാരമ്പര്യവും ഒക്കെ കലയ്ക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മതം നോക്കിയല്ല, പാടുന്ന ആളിന്റെയോ എഴുതിയ ആളിന്റെയോ സംഗീതം പകർന്ന ആളിന്റെയോ അഭിനയിച്ച ആളുടെയോ മതം നമ്മൾ നോക്കിയിട്ടില്ല. അതൊക്കെ നോക്കണമെന്ന് പറയുന്ന ഇത്തരക്കാരോട് എന്താണ് പറയാനുള്ളത്? ഞാനൊരു കലാകാരിയാണ്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഒരു മുസ്ലിം പള്ളിയിലോ നമ്മുടെ ഹിന്ദു ഭക്തിഗാനമോ നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ കുറിച്ചോ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അവർ അനുവദിക്കുമോ സാർ? എന്താണ് ശ്രീമതി ജയശ്രീ കാര്യത്തിൽ സംശയമുള്ളത്? കണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയല്ലേ? കേരളത്തിലെ എത്രയോ പള്ളികളുടെ പെരുന്നാളുകളുടെ ഭാഗമായി നടക്കുന്ന ഉത്സവങ്ങൾ തന്നെ, അവിടെ നടക്കുന്ന ഉത്സവങ്ങൾ, ആ ഉത്സവങ്ങളുടെ ഭാഗമായി എന്തെല്ലാം പരിപാടികൾ നടക്കുന്നു. അവിടെ മിമിക്രി നടക്കുന്നു, മോണോ ആക്ട് നടക്കുന്നു, നാടകം നടക്കുന്നു, ഗാനമേള നടക്കുന്നു. അവിടെയൊക്കെ പാടുന്ന പാട്ടുകൾ അതെല്ലാം ആ മതവുമായി ബന്ധപ്പെട്ടതാണോ? അത് ഉത്സവം ഏത് മതത്തിന്റെ ആയിക്കോട്ടെ, ഒരു ഉത്സവത്തിന്റെ ഭാഗമായി പാടുന്ന പാട്ടുകളൊന്നും ആ മതത്തിന്റെ അല്ല. താങ്കൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? അല്ലല്ല, അങ്ങനെ പറഞ്ഞു വരാതെ ഈ പറയുന്ന നമ്മള് ഹിന്ദുക്കളായിട്ടുള്ളവർ തന്നെയാണ് ഇവർക്കൊക്കെ ഇതുമാതിരിയുള്ള പ്രചോദനം ആർക്ക് ഏതാണ്ട് ഇപ്പൊ ഹിന്ദുക്കളുടെ ഏതാണ്ട് വല്ല കുത്തക വല്ലോ കേരളം? കേരളത്തിനെ അല്ല പറയുന്നത്, നമ്മളുടെ ക്ഷേത്രങ്ങളിൽ കയറി പിന്നെ അവരുടെ പാട്ട് ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും കയറാം. ഹിന്ദു ക്ഷേത്രം ഹിന്ദുവിന്റെ മാത്രമൊന്നും അല്ലല്ലോ. ഹിന്ദു ക്ഷേത്രങ്ങൾ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും എല്ലാ മതസ്ഥർക്കും കയറാം. അല്ലെ അത് നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരുടെ പള്ളികളിലൊന്നും നമുക്ക് കയറാനും നമ്മളുടെ ഓരോ തരത്തിലും ഓരോ ഹിന്ദു ക്ഷേത്രങ്ങൾ കയറാം. ഗുരുവായൂരിൽ എല്ലാവർക്കും കയറാൻ കഴിയില്ല. സാധാരണ ഉള്ള ക്ഷേത്രങ്ങൾ, ഞാൻ ഓച്ചറയിൽ ഓച്ചറ ക്ഷേത്രത്തിൽ ഏത് മതസ്ഥനും കയറാം. ഏത് ജാതിയിൽപ്പെട്ടവനും കയറാം. ഇപ്പോഴല്ല, ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും കയറാം. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. അല്ലാതെ മറ്റുള്ളവരെ അകറ്റി പാരമ്പര്യം നമുക്ക് മാത്രമേ ഉള്ളൂ സാർ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ചെയ്താൽ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് യോജിക്കാനൊക്കെ. നമ്മളോടില്ലാത്ത നമ്മളെന്തിനു കാണിക്കുന്ന ഹിന്ദുക്കളുടെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ കൂട്ടത്തിലാണെങ്കിൽ ശരി, ഇപ്പോഴും നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു വഴിപാട് പായസം പോലുള്ള എന്തെങ്കിലും കൊണ്ടുവന്ന കഴിക്കാത്ത ഇഷ്ടം പോലെ ധാരാളം ആൾക്കാരുണ്ട്. ആവശ്യം പോലെ ആളുകളെ അറിയാമല്ലോ. കഴിക്കുന്നവരുണ്ടില്ലെന്ന് പറയുന്നില്ല, നമ്മൾ അങ്ങനെയുള്ളവരെ തള്ളി പറയുന്നില്ല. ഈ ചെയ്യാൻ ഇപ്പോഴും എന്താ ഈ മന്തിയുടെ കാര്യമൊക്കെ വന്നത്, കടകളിൽ ശ്രീകൃഷ്ണനെ അവഹേളിച്ച കാര്യങ്ങളൊക്കെ എന്ത്, അതിനൊന്നിട്ട് ആരും ചോദിച്ചു. അതിനും നിങ്ങൾ എല്ലാവരും ഈ ചാനലുകാരൊക്കെ വന്നിട്ട് കൊണ്ട് ആങ്കറിങ് ചെയ്യുന്നവരൊക്കെ അവർക്ക് സപ്പോർട്ടായിട്ടാണല്ലോ സംസാരിച്ചത്. ശ്രീമതി ജയശ്രീയുടെ ഒരു തോന്നലിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഉത്സവം നടത്തുവാണെങ്കിൽ അവിടെ ക്രൈസ്തവ ഭക്തിഗാനം പാടുന്നത് തെറ്റാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളോടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ആരാണ് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഈ നാട്ടിലെ ക്രൈസ്തവരും മുസ്ലിമും ഹിന്ദുവെല്ലാം ഒരേ അവകാശമല്ലേ ഉള്ളത്? അല്ലാതെ അധിക അവകാശം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നെ പോലെ വിശ്വസിക്കുന്ന ആൾക്കാരുള്ളിടത്തോളം കാലം നമ്മളോടില്ലാത്തത് അവർക്കും വേണ്ട എന്നുള്ളതാണ് ജയശ്രീ. ഞാൻ പറഞ്ഞില്ലേ, എന്നെ പോലെ വിശ്വസിക്കുന്ന ആൾക്കാർ ഉള്ളിടത്തോളം കാലം നമ്മളോടില്ലാത്തത് അവർക്കും വേണ്ടെന്നുള്ള. കേരളത്തിന്റെ അത് ഹിന്ദു പാരമ്പര്യമല്ല, കേരളത്തിന്റെ പാരമ്പര്യമല്ല ജയശ്രീ പറയുന്നത്. കേരളത്തിലെ ഞാനൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. ഒരു നാട്ടിൽ അമ്പലത്തിൽ ഉത്സവം വന്നു കഴിഞ്ഞാൽ അവിടെ കലാപരിപാടികൾ പലതും അവതരിപ്പിക്കും. ആ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം, അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിന്റെ അതിന്റെ മാത്രം, അല്ലെങ്കിൽ ക്രൈസ്തവ പള്ളിയുടെ ഭാഗമാണെങ്കിൽ അവരുടെ മാത്രം, അങ്ങനെയാണോ അവതരിപ്പിക്കുന്നത്? ക്രിസ്തീയ പള്ളികളിലും മുസ്ലിം പള്ളികളിലും പോയി ഹിന്ദുക്കളുടെ ഈ പള്ളിക്കകത്തോ അമ്പലത്തിനകത്തോ ആരാധനയുടെ ഭാഗമായി മറ്റേതെങ്കിലും പാടാൻ ആരാധനയുടെ ഭാഗമായിട്ടല്ല, എന്തെങ്കിലും കലാരൂപങ്ങള്, എന്തെങ്കിലും ഒരു പിന്നെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.